ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, പിണറായി സർക്കാരിനും എംഎൽഎയ്ക്കും എതിരായ ജനവികാരമാണ് യുഡിഎഫിന്റെ വൻ ഭൂരിപക്ഷമെന്ന് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് വ്യക്തമാക്കി. യുഡിഎഫിന്റെ കാലത്ത് തുടങ്ങിവെച്ച പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാക്കിയിരുന്നില്ല. അടുത്ത 5 വർഷം കോതമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ബാബു ഏലിയാസ് പറഞ്ഞു. കോതമംഗലത്ത് 8 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും മികച്ച ഭൂരിപക്ഷം നേടാനായത് യുഡിഎഫിന്റെ വലിയ നേട്ടമാണ്. ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, പിണറായി സർക്കാരിനും എംഎൽഎയ്ക്കും എതിരായ ജനവികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് വ്യക്തമാക്കി. ടി.യു. കുരുവിള തുടങ്ങിവെച്ച പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാക്കാൻ 10 വർഷം കൊണ്ട് കഴിയാതിരുന്നതും ജനങ്ങളെ സ്വാധീനിച്ചു. നെല്ലിക്കുഴിയിൽ 800 വോട്ടിന് ലീഡ് ചെയ്യുന്ന അന്ന് ഞങ്ങളുടെ ആളുകൾ കണക്ക് തരും. അതിനു മുമ്പ് തന്നെ നെല്ലിക്കുഴിയിൽ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന കണക്കൂട്ടിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും പല്ലാരിമംഗലത്തായാലും അപ്പോൾ മുസ്ലിം ഏകീകരണം കൊണ്ടാണ് പല്ലാരിമംഗലത്തും നെല്ലിക്കുഴിയിൽ വോട്ടുണ്ടായെന്ന് പറയുമ്പോൾ കവളങ്ങാടും നമുക്ക് 2800 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. കുട്ടമ്പുഴയിൽ 900 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. മാമലക്കണ്ടത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേരുറപ്പുള്ള മാമലക്കണ്ടത്ത് പോലും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, അതുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ രാജ്യത്ത് കഴിഞ്ഞ 9-10 വർഷക്കാലമായി രാജ്യത്തെ ജനങ്ങളോട് നീതി പുലർത്താതിരുന്ന ഒരു ഗവൺമെൻറ്റിനെ, പിണറായി ഗവൺമെൻറ്റിനുള്ള വിരോധമാണ് ഞങ്ങളെ ഐക്യജനാധിപത്യ മുന്നണി വിശ്വാസമർപ്പിച്ച് അവരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ നന്ദിയുണ്ട്. അടുത്ത 5 വർഷം മികച്ച പ്രവർത്തനം ഉണ്ടാകും. ഷിബു തെക്കുംപുറം കഴിവുള്ള എംഎൽഎയാണ്. കോതമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്നും ബാബു ഏലിയാസ് പറഞ്ഞു. അടുത്ത 5 വർഷം അദ്ദേഹത്തെ കൊണ്ട് നല്ല രീതിയിൽ കോതമംഗലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരായ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അദ്ദേഹത്തെ കൊണ്ട് നിർവഹിക്കും. അതിനുള്ള കഴിവുള്ള ആളാണ് ഷിബു തെക്കുംപുറം. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് മാത്രമാണ് ഈ സമയത്തിൽ അവർ ഇവിടെ വന്ന ഞങ്ങളെ സഹായിച്ച മുഴുവൻ എല്ലാ വിഭാഗ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ ഭൂതത്താങ്കെട്ട് പദ്ധതി, നമ്മുടെ കാക്കനാട് റോഡ്, റിംഗ് റോഡ്, ഇവിടെയുള്ള പൂർത്തീകരിക്കപ്പെടാത്ത റിംഗ് റോഡ്, അതുപോലെ ശ്മശാനം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ കോതമംഗലത്തിനുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3 എന്ന രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ കൂട്ടായ തീരുമാനത്തിലൂടെ ഞങ്ങൾ എടുക്കും. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.